നിയോജകമണ്ഡലത്തിൽ ആങ്കണ്ടിയൂർ പഞ്ചായത്ത് ഒഴികെ ഏതെങ്കിലും പഞ്ചായത്തിൽ ഈ കൃഷ്ണദാസിന്റെ പാർട്ടിയും അവരെ മുന്നണിയും ഒന്നാം സ്ഥാനത്ത് വന്ന ചരിത്രമുണ്ടോ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താ കൃഷ്ണദാസിന്റെ ജന്മവീട് നിൽക്കുന്ന ആ വാർഡിലെ അവസ്ഥ, ആ ബൂത്തിലെ അവസ്ഥ? ഞാൻ പറയട്ടെ കൃഷ്ണദാസെ, ഞാൻ വരുന്നത് ചൂണ്ടൽ പഞ്ചായത്തിൽ നിന്നാണ്. എന്റെ ബൂത്ത് എന്ന് പറയുന്നത് ചൂണ്ടൽ പഞ്ചായത്തിലെ, അതായത് മണലൂർ അസംബ്ലിയിലെ 55 നമ്പർ ബൂത്താണ്. എന്റെ ബൂത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയാണോ ലീഡ് ചെയ്തിരിക്കുന്നത്? ഞാൻ വസിക്കുന്ന ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലം വന്നപ്പോൾ ചൂണ്ടൽ പഞ്ചായത്ത് ലീഡ് ചെയ്ത ഐക്യ ജനാധിപത്യ മുന്നണിയാ. കൃഷ്ണദാസെ, നിങ്ങൾ അധ്യക്ഷനായിരിക്കുന്ന ഈ മുനിസിപ്പാലിറ്റിക്കകത്ത് ആരാണ് ലീഡ് ചെയ്തതെന്ന് ഒന്ന് മൈക്ക് കെട്ടി പറയേ. എന്നിട്ടാവാം കോൺഗ്രസിന്റെ നേതാക്കന്മാരെ നിങ്ങൾ അധിക്ഷേപിക്കാൻ ഇറങ്ങാനുള്ളത്. ഞങ്ങൾ പറയട്ടെ, കഴിഞ്ഞ കാലഘട്ടത്തിലെ 2019 മുഴുവൻ ജയിച്ച TN പ്രതാപൻ MP, അദ്ദേഹത്തിന്റെ ബൂത്ത് പരിശോധിക്കാൻ കൃഷ്ണദാസെ വലിയ പണിയൊന്നുമില്ല അത് പരിശോധിക്കാൻ. മൊബൈലിൽ കയറി ആ ഗൂഗിൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അറിയാം. തളിക്കുളം പഞ്ചായത്തിലെ TN പ്രതാപന്റെ ബൂത്ത് പരിശോധിക്കുക. ലീഡ് ചെയ്തിരിക്കുന്നത് കോൺഗ്രസ് ആണോ? ആ നിയോജകമണ്ഡലത്തിലെ മറ്റൊരു കോൺഗ്രസ് നേതാവായ ജോസ് വള്ളൂരിന്റെ ബൂത്ത് പരിശോധിക്കുക. ലീഡ് ചെയ്ത് കോൺഗ്രസ് ആണോ? കൃഷ്ണദാസെ, തന്റെ വീട് നിൽക്കുന്ന സ്ഥലവും താൻ പ്രതിദാനം ചെയ്യുന്ന വാർഡിന്റെയും ആ 2 ബൂത്ത് നമുക്ക് ഇവിടെ വെച്ച് പരിശോധിക്കാം. ചങ്കൂറ്റമുണ്ടോ? ഒരു മൈക്ക് കെട്ടി വോട്ടിന്റെ കണക്ക് പറയേ. എങ്ങനെയാണ് BJP നിങ്ങളുടെ വീട് നിൽക്കുന്ന ബൂത്തിലും നിങ്ങൾ പ്രതിദാനം ചെയ്യുന്ന ബൂത്തിലും എങ്ങനെയാണ് BJP ഒന്നാം സ്ഥാനത്ത് വന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ ലളിതമാണ്. അമൃത് പദ്ധതിക്കും പ്രസാദ് പദ്ധതിക്കും അത് ഒരാളെങ്കിലേ ടെൻഡറില്ലാതെ കൊടുക്കണം. ദീപസ്തംഭം, മഹാശ്ചര്യം. ഞങ്ങളൊക്കെ കേട്ടിട്ട് കൃഷ്ണദാസ് മാനിപ്പെട്ട കുടുംബത്തിലെ ജന്മമാണ് നിങ്ങൾ മനസ്സിലാക്കി. പക്ഷേ ബയോപാർക്കിൽ സ്ഥാപിച്ച ആ മഹാത്മാഗാന്ധിയുടെ പ്രതിമ കണ്ടപ്പോൾ നിങ്ങളുടെ ജന്മം എന്ന് പറയുന്നത്, ഈ ഭഗവാന്റെ കിഴക്കേ നടയിൽ നിങ്ങളുടെ ജന്മം എന്ന് പറയുന്നത്, അതിനെ ന്യായീകരിക്കേണ്ട ഒരു ഗതികേടുള്ള ജന്മം എന്ന് പറയുന്നത് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പടുജന്മമാണോ? ഇതിലും പേർ ഈ രാഷ്ട്രീയം നിർത്തിവെച്ച് മറ്റേ ഒരു കല്ലുമായി ഇരിക്കുക നല്ലത്. പളനിയിൽ അമ്പലനടയിൽ ആളുകൾ ഇരിക്കുന്ന പണിക്ക് ഇതിനൊക്കെ ഒരു പടുജന്മം ഉണ്ടോ?